ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഹായ് സ്റ്റുഡൻസ്, ഹൗ ആർ യു? എല്ലാവർക്കും വിനീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്ലസ് വണ്ണിലെ സെക്കൻഡ് ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: പ്രീതി റീച്ച്ഡ് ദ മെട്രോ സ്റ്റേഷൻ ആൻഡ് ഫൗണ്ട് ദാറ്റ് ദ എസ്കലേറ്റർ വാസ് നോട്ട് വർക്കിംഗ്. She walked up the stationary escalator in time t1. On other days, if she remains stationary on the moving escalator, then the escalator takes her up in time t2. The time taken by her to walk in the moving escalator is dash. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രീതി മെട്രോ സ്റ്റേഷനിലെത്തിയപ്പോൾ എസ്കലേറ്റർ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ അവൾ അതിൻ്റെ മുകളിലേക്ക് നടന്നു കയറി. അതിനെടുത്ത സമയം t1 ആണ്. അങ്ങനെയാണ് പിന്നെയുള്ള ദിവസങ്ങളിൽ എസ്കലേറ്റർ വർക്കിംഗ് ആയിരുന്നു. അപ്പം സ്റ്റേഷനറി ആയിട്ടാണ്, അവൾ അനങ്ങാതെ നിൽക്കുകയാണ്, എസ്കലേറ്ററാണ് മൂവിങ്. ആ സമയത്ത് അവൾക്ക് മുകളിലെത്താൻ വേണ്ടി എടുത്ത ടൈം t2. അങ്ങനെയാണെങ്കിൽ ദ ടൈം ടേക്കൺ ബൈ ഹെർ ടു വാക്ക് ഇൻ ദി മൂവിങ് എസ്കലേറ്റർ, മൂവിങ് എസ്കലേറ്ററിൽ അവൾ നടന്നു കയറുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് അവൾ മുകളിലെത്തും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? പ്രീതി മെട്രോ സ്റ്റേഷനിലെത്തിയപ്പോൾ എസ്കലേറ്റർ വർക്കിംഗ് അല്ല, എസ്കലേറ്റർ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന എസ്കലേറ്ററിൽ അവൾ നടന്നു കയറിയ ടൈം t1. രണ്ടാമത്തെ കേസിൽ എസ്കലേറ്റർ മൂവിംഗ് ആണ്, പ്രീതി സ്റ്റേഷനറിയാണ്. ആ സമയത്ത് അവളെടുത്ത സമയം t2. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് കേസിലും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്. രണ്ട് കേസിലും അവൾ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടൈമാണ് അല്ലേ? ആദ്യത്തെ കേസിൽ ടൈം t1, രണ്ടാമത്തെ കേസിൽ t2. ഇനി നമുക്ക് ടൈം എത്ര, രണ്ടുപേരും മൂവിങ് ആണെങ്കിൽ എത്ര ടൈം കൊണ്ട് അവർ മുകളിലെത്തും, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിച്ചിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്, വെലോസിറ്റിയും ടൈമും റിലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം. അതായത് വെലോസിറ്റി v ഈക്വൽ ടു d ഡിവൈഡഡ് ബൈ t. അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ മുഴുവനും അപ്ലൈ ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കേസിലെ വെലോസിറ്റി v1ഉം രണ്ടാമത്തെ കേസിലെ വെലോസിറ്റി v2 എന്നും എടുത്താൽ, ഒന്നാമത്തെ കേസിലെ വെലോസിറ്റി പ്രീതിയുടെ വെലോസിറ്റിയാണ്, രണ്ടാമത്തെ കേസിലെ വെലോസിറ്റി എസ്കലേറ്ററിൻ്റെ വെലോസിറ്റി. ഇനി കണ്ടുപിടിക്കേണ്ട കേസിലെ വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ടുപേരും മൂവിങ് ആണ്. അപ്പം v1 പ്ലസ് v2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സൊല്യൂഷൻ എളുപ്പം കണ്ടുപിടിക്കാം. അപ്പോൾ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമുക്ക് കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് d ആണ്, അത് സെയിം ആണ് അല്ലേ? ഇനി പ്രീതിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി ഓഫ് പ്രീതി ഈസ് ഈക്വൽ ടു v1. ദാറ്റ് ടൈം ടേക്കൺ ഗിവൺ ആസ് t1. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് t1 എന്ന്. ഇനി v1 എന്തായിരിക്കും? അവൾ കവർ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് d ആണെങ്കിൽ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ v1 ഈക്വൽ ടു d ബൈ t1. ഇനി രണ്ടാമത്തെ കേസ് എന്താ? എസ്കലേറ്റർ ആണ് മൂവിങ്. ആ സമയത്ത് വെലോസിറ്റി ഓഫ് എസ്കലേറ്റർ v2 ആണ്, ടൈം ടേക്കൺ t2 ആണ്. അങ്ങനെയാണെങ്കിൽ v2 ഈക്വൽ ടു d ബൈ t2 ആയിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബോത്ത് എസ്കലേറ്റർ ആൻഡ് പ്രീതി മൂവിങ്, അവർ രണ്ടുപേരും മൂവ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ വെലോസിറ്റി കമ്പൈൻഡ് വെലോസിറ്റിയാണ്, രണ്ടാൾക്കും വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ആ കേസിൽ വെലോസിറ്റി v1 പ്ലസ് v2 ആയിരിക്കും. ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? d തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വെലോസിറ്റി d ബൈ t എന്ന് കൊടുക്കാം അല്ലേ? അതുപോലെ v1 എന്ന് പറയുന്നത് d ബൈ t1 ആണ്, v2 എന്ന് പറയുന്നത് d ബൈ t2 ആണ്. അപ്പോൾ d ബൈ t ഈക്വൽ ടു d ബൈ t1 പ്ലസ് d ബൈ t2. അവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ d കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ d ഇൻറ്റു 1 ബൈ t1 പ്ലസ് 1 ബൈ t2. അപ്പോൾ ആ d എന്ന് പറയുന്നത് രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് 1 ബൈ t ഈക്വൽ ടു 1 ബൈ t1 പ്ലസ് 1 ബൈ t2. സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് അവിടെ അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് 1 ബൈ t ഈക്വൽ ടു t1 പ്ലസ് t2 ഡിവൈഡഡ് ബൈ t1 t2. നമ്മളോട് ചോദിച്ചേക്കുന്നത് t ആണ് അല്ലേ? നമുക്ക് കിട്ടിയത് 1 ബൈ t ആണ്. സോ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ
ടി ഈക്വൽ ടു T1 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 cars P and Q start from a point at the same time in a straight line and their positions are represented by xp of t equal to at plus bt square and xq of t equal to ft minus t square. At what time do the cars have the same velocity? 2016 നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 കാറുകൾ പിയും ക്യൂവും ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അവർ 2 പേരും സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യാണ്. എക്സ് പി ഓഫ് ടി ഈക്വൽ ടു എ ടി പ്ലസ് ബി ടി സ്ക്വയർ. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, പി എന്ന് പറയുന്ന കാറ് ടി ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എ ടി പ്ലസ് ബി ടി സ്ക്വയർ ആണ്. അവിടെ ടിക്ക് 1 സെക്കൻഡ് എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ എയും ബിയും എനി കോൺസ്റ്റൻ്റ് ആകാം അല്ലേ? അത് 2 അല്ലെങ്കിൽ 3 ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. അപ്പം ഈ ടി എന്ന് പറയുന്ന 1 സെക്കൻഡും കൂടെ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഒരു 30 മീറ്റർ എന്നോ അല്ലെങ്കിൽ 20 മീറ്റർ എന്നോ അല്ലെങ്കിൽ 3 കിലോമീറ്റർ എന്നോ അങ്ങനെ ഒരു വാല്യൂ കിട്ടും. അങ്ങനെ ഏത് ടൈമിൽ വേണമെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ആ കറസ്പോണ്ടിങ് ടൈം നമ്മൾ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന എക്സ് പി ഓഫ് ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ് ക്യൂ ഓഫ് ടിയും തന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ തരുന്ന ഇക്വേഷനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എക്സ് പി ഓഫ് ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി എന്ന് പറയുന്ന കാറിൻ്റെ വെലോസിറ്റിയും അതുപോലെ തന്നെ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ക്യൂ ഓഫ് ടി ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ എന്ന് പറയുന്ന കാറിൻ്റെ വെലോസിറ്റിയും കിട്ടും. ആ 2 വെലോസിറ്റീസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ടൈം നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലെറ്റ് വെലോസിറ്റി വി പി ഈക്വൽ ടു നമുക്കറിയാം അല്ലേ, ഡി ബൈ ഡി ടി ഓഫ് എ ടി പ്ലസ് ബി ടി സ്ക്വയർ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ 2 ടേം ഉള്ളത് കൊണ്ട് എ ടിയെയും ബി ടി സ്ക്വയറിനെയും എന്ത് ചെയ്യുന്നു? വെവ്വേറെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ വെലോസിറ്റി വി പി ഓഫ് ടി, ഞാൻ വി പി ഓഫ് ടി എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടില്ല, എഴുതാനുള്ള എളുപ്പത്തിന് ഞാനത് അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ വി പി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എ ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ബി ടി സ്ക്വയർ. ഡിഫറൻസിയേഷൻ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ആ ഒരു ഫംഗ്ഷൻ ടൈം ബേസിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന എങ്ങനെ, അതാണ് ഞാൻ സൈഡിൽ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ബേസിക് ആ ഡിഫറൻസിയേഷൻ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഡി ബൈ ഡി ടി ഓഫ് എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷനിൽ എ ടി വന്നിട്ടുണ്ട്. എ ടിയിൽ നമ്മൾ അതേപോലെ തന്നെ എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് എടുത്തു. അതിട്ട് ഡി ബൈ ഡി ടി ഓഫ് ടി അത് ചെയ്യുമ്പോൾ നമുക്ക് ടി റൈസ് ടു 1-ൻ്റെത് 1 ഇൻറ്റു ടി റൈസ് ടു 0 എന്ന് വരും അല്ലേ? അതായത് 1 ഇൻറ്റു ടി റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ എ ഇൻറ്റു 1 എ എന്ന് വരും ഫസ്റ്റ് ടേം. അതുപോലെ തന്നെ ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്നുള്ളത്, ടി സ്ക്വയറിൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ 2 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1. അത് സിമ്പിൾ ഡിഫറൻസിയേഷനാണ് അവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വി പി എന്ന് പറയുന്നത് നമുക്ക് എ പ്ലസ് 2 ബി ടി എന്ന് കിട്ടും. അതേപോലെ തന്നെ എക്സ് ക്യൂ ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ടി മൈനസ് ടി സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി വി ക്യൂ ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എഫ് ടി മൈനസ് ടി സ്ക്വയർ. ദാറ്റ്സ് അഗെയിൻ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എഫ് ടി മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. എഫ് ഇൻറ്റു 1 എഫ്, ദെൻ ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ 2t. വി പി ഓഫ് ടിയും വി ക്യൂ ഓഫ് ടിയും ഈക്വൽ ആകുന്ന ടൈം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. എ പ്ലസ് 2bt ഈക്വൽ ടു എഫ് മൈനസ് 2t. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ആയതുകൊണ്ട്
ടൈമിൻ്റെ രണ്ട് ടേമും നമുക്ക് ഈക്വൽ സൈനിന് ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊണ്ടുവരണം. 2bt അവിടെ ഉണ്ട് ഓൾറെഡി. -2t ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് +2t ആയി. അപ്പോൾ നമുക്ക് 2bt + 2t = f - a. അതിൽ നിന്ന് നമ്മൾ ടൈമിനെ മാത്രം ഡിറൈവ് ചെയ്ത് കൊണ്ടുവരികയാണ് അല്ലേ. അപ്പോൾ t ഔട്ട്സൈഡ് എടുത്ത് കഴിയും. t × 2b + 2 = f - a. t = f - a ഡിവൈഡഡ് ബൈ 2b + 2. നമുക്ക് ഓപ്ഷൻ തന്നിരുന്നതിൽ ഡിനോമിനേറ്ററിൽ 2 × b + 1 എന്നാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഫൈനൽ ആൻസർ 2 ഔട്ട്സൈഡ് എടുത്ത് എഴുതിയിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് v = at + bt square, where a and b are constants, then the distance travelled by it between 1 second and 2 seconds is. അപ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ട്, ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തരുമ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിഫറൻസിയേഷനാണ് ചെയ്തത് അല്ലേ. അപ്പോൾ തിരിച്ച് വെലോസിറ്റി തന്നിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മളിവിടെ ഇൻ്റഗ്രേഷനാണ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ ഓഫ് വെലോസിറ്റി ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നിട്ട് പിന്നെ അവിടെ നമ്മൾ ടൈം ഇട്ട് കൊടുത്താൽ മതി. വെലോസിറ്റി v = at + bt square. ഡിസ്റ്റൻസ് d = ഇൻ്റഗ്രൽ ഓഫ് വെലോസിറ്റി ഇൻ്റഗ്രൽ ഓഫ് at + bt square. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ ഓഫ് at + ഇൻ്റഗ്രൽ ഓഫ് bt square. കോൺസ്റ്റൻസ് ഔട്ട്സൈഡ് എടുക്കുന്നു. അപ്പോൾ a × ഇൻ്റഗ്രൽ ഓഫ് t + b × ഇൻ്റഗ്രൽ ഓഫ് t square. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ റൈസ് ടു n. ഇവിടെ x ആണ് ഫംഗ്ഷനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ടൈമാണ് ഇവിടെ നമ്മുടെ അടുത്തുള്ളത്. എന്നാലും x റൈസ് ടു n എന്ന് പറയുമ്പോൾ x റൈസ് ടു n + 1/n + 1. ഹിയർ t ആൻഡ് t square. നമുക്കപ്പോൾ a × ഇൻ്റഗ്രൽ ഓഫ് t + b × ഇൻ്റഗ്രൽ ഓഫ് t square എന്നുള്ളത് എങ്ങനെയായി മാറും? t യെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t²/2, t²നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t³ 3. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ 1 സെക്കൻഡ് ആൻഡ് 2 സെക്കൻഡ്. 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിൽ അത് സഞ്ചരിച്ച ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് a × t² 2 + b × t³ 3. ഇനി നമ്മൾ അവിടെ tക്ക് 1നും 2 വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ tക്ക് 1 സെക്കൻഡ് എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഡിയുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും? a × 1² 2 + b × 1³ 3 ദാറ്റ്സ് ഈക്വൽ ടു a/2 + b/3. അതുപോലെ തന്നെ tക്ക് 2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് d = a × 2² 2 + b × 2³ 3 എന്ന് വരും. 2² ആ 2ഉം കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്നാണ് ആൻസർ കിട്ടുന്നത് അല്ലേ. അപ്പോൾ 2a + 8/3b ആണ് t = 2 സെക്കൻഡ് എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലേ. 2 സെക്കൻഡിൽ കിട്ടിയ ദൂരത്തിൽ നിന്നും 1 സെക്കൻഡിൽ കിട്ടിയ ആ ദൂരം മൈനസ് ചെയ്താൽ മതി. റിക്വയർഡ് ഡിസ്റ്റൻസ് ഈസ് 2a + 8/3b - a/2 + b/3. 2a + 8/3b - a/2 - b/3. a/2 എന്നുള്ളതിനെ നമുക്ക് 1/2a എന്നും b/3 എന്നുള്ളതിനെ 1/3b എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ 2aയിൽ നിന്നും ½ a മൈനസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് 2 - ½ ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ സൈഡിൽ 3/2a കിട്ടും. അതുപോലെ 8/3 - 1/3 7/3യും കിട്ടും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 3/2a + 7/3b എന്നുള്ളതാണ്. അതാണ് നമ്മുടെ 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിൽ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. എ സ്റ്റോൺ ഫോൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ഇറ്റ് കവേഴ്സ് distances h1, h2 and h3 in the first 5 seconds, the next 5 seconds and the next 5 seconds respectively. The relation between h1, h2 and h3 is. ഈ കേസിൽ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു ഫ്രീലി ഫോളിങ് ബോഡിയുടെ കാര്യമാണ്. അതായത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ് അത് ശരിക്കും. അപ്പോൾ ഫ്രീലി ഫോളിങ് ബോഡിയുടെ കേസിൽ മുകളിൽ നിന്ന് താഴേക്ക്
അത് നേരെ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ അതിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്, അത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ മോഷൻ അണ്ടർ യൂണിഫോം ആക്സിലറേഷൻ അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. v = u + at, s = ut + ½ at², v² = u² + 2as. ഇതിൽ ഈ എസ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നമുക്കത് h1, h2, h3 അങ്ങനെ നമുക്ക് അവർ പറഞ്ഞു തന്നിരിക്കുകയാണ്. ആ h1 എന്ന് പറയുന്നത് ആദ്യത്തെ 5 സെക്കൻഡ് കൊണ്ട് അതെത്തുന്ന ഹൈറ്റ്, ആ ഒരു ദൂരമാണ്. h2 എന്ന് പറയുന്നത് ആദ്യത്തെ 10 സെക്കൻഡ്, അതായത് നെക്സ്റ്റ് 5 എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 10 സെക്കൻഡാണ് എടുക്കുന്ന ടൈം. പിന്നെ 15 സെക്കൻഡ് കൊണ്ട് അതെത്തുന്ന ദൂരമാണ് h3 എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ എസ് എന്ന് പറയുന്ന ആളെയാണ് തന്നിരിക്കുന്നത്. യു എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, 0 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ചോദിച്ചേക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ h1, h2 ആൻഡ് h3 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എസ്സിനെയും അതുപോലെ തന്നെ എസ്സിനെയും അതുപോലെ തന്നെ ടൈമിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. ആ 3 ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ അതിൽ s = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രമാണ് മോഷൻ അണ്ടർ യൂണിഫോം ആക്സിലറേഷൻ്റെ കേസിൽ വരുന്നത്. അപ്പം നമ്മൾ അവിടെ ഈ എസ്സിന് പകരം h1, h2, h3 എന്നും കറസ്പോണ്ടിങ് ടൈമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളപ്പോൾ 3 കേസാണ് ഇവിടെ ഉള്ളത്. അതായത് ആദ്യത്തെ കേസിൽ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ s = ut + ½ at² ആണ്. ഫസ്റ്റ് കേസിൽ എസ് എന്ന് പറയുന്നത് h1 മീറ്റർ. ആ സമയത്ത് ടൈം ഫസ്റ്റ് 5 സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് t = 5 സെക്കൻഡാണ്. പിന്നെ നമുക്കറിയാം ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്, സോ u = 0 ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് a = g ആണ്. ഗ്രാവിറ്റേഷണൽ ആ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. ഇനി ഇവിടെ നമ്മൾ h1ൻ്റെ ഇക്വേഷൻ, അപ്പോൾ എസ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക h1. ആദ്യത്തെ ടേം u0 ആയതുകൊണ്ട് ut എന്നുള്ളത് 0 ആയി പോകും. പിന്നെ ½ ഇൻറ്റു എക്ക് പകരം g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടൈം t എന്ന് പറയുന്നത് 5 ആണ്. 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ s = ut + ½ at² തന്നെ ഈ വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് h1 25 g/2 എന്ന് കിട്ടി. ഇതിൽ ഞാൻ g/2 മാറ്റി എഴുതാൻ കാരണം നമ്മുടെ ഇക്വേഷനിൽ തന്നെ ഈ a/2 എന്ന് പറയുന്നത് ഒരു സംഭവമുണ്ട് അല്ലേ. പിന്നെ t² എന്നുള്ള പറയുന്നത് ആണ് വേറെ വേറെ വാല്യൂസ് വരേണ്ടത്. അപ്പോൾ ഈ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്ത കേസ് നോക്കിയേ. അടുത്ത കേസിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്, അതായത് h1 കഴിഞ്ഞ് പിന്നെ h2 കവർ ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ അത് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് s = h1 + h2 ആണ്. അവിടെ നമ്മൾ ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ 5ഉം പിന്നത്തെ ഈ 5ഉം കൂടെ ചേർന്ന് 10 സെക്കൻഡ് ആകുകയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പോർഷനിൽ നമ്മൾ h1 + h2 ഇട്ട് കൊടുക്കണം. ½ ഇൻറ്റു g കോമൺ ആണ്, അതതുപോലെ തന്നെ ഇടുക. t² മാത്രം 10² ആകും. അപ്പോൾ ആ 100 മാറ്റി നമ്മൾ, അല്ലാതെ നിങ്ങൾ 100/2 എന്ന് എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് കേസ് എസ് എന്ന് പറയുന്നത് h1 + h2 + h3 മീറ്ററാണ്. ടൈം 3, 5, 5, 5 ആഡ് ചെയ്യുമ്പോൾ 15 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ h1 s = ut + ½ at²ൽ യുവിൻ്റെ വാല്യൂ 0 എന്നും എയുടെ വാല്യൂ g എന്നും ഈ പറഞ്ഞ എസിൻ്റെയും ടിയുടെയൊക്കെ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ h1 + h2 + h3 = ½ ഇൻറ്റു g ഇൻറ്റു 15². ദാറ്റ് അഗൈൻ നമ്മൾ g/2 എന്ന് പറയുന്നത് ഇക്വേഷനിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് അല്ലേ. അപ്പോൾ നമ്മളതിനെ മാറ്റിയിട്ട് പിന്നെ നമുക്കിപ്പോൾ ഇട്ട് കൊടുത്ത വാല്യൂ 225 മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ 225 g/2. അപ്പോൾ നമുക്ക് 25 g/2, 100 g/2, 225 g/2 ഇങ്ങനെ കുറേ ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. 3 ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ അതിൽ h1 മാത്രമേ നമുക്ക് ഒറ്റയായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇനി ഈ 3 ഇക്വേഷനും കൂടെയൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് h2ഉം h3യും ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ h1ൻ്റെ വാല്യൂ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് h2 കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് കിട്ടിയ h1 25 g/2, h1 + h2 100 g/2, h1 + h2 + h3 225 g/2. അതാണ് ഏറ്റവും മുകളിൽ ഞാൻ 3 ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ h1 എന്ന് പറഞ്ഞാൽ 25 g/2. അത് നമുക്ക് h1 + h2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 25 g/2 + h2 എന്ന് പറയുന്നത് 100 g/2 എന്ന് പറയും അല്ലേ. അപ്പോൾ പിന്നെ നമുക്കറിയാം h2ൻ്റെ വാല്യൂ എന്തായിരിക്കും, 75 g/2 ആയിരിക്കും. 25
G/2 കൂടെ 75 G/2 കൂട്ടിയാലല്ലേ നമുക്ക് 100 G/2 കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് H2 വാല്യൂ 75 G/2 എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ H1 + H2 വാല്യൂ മൂന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് H3 വാല്യൂ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 100 G/2 + H3 = 225 G/2. അപ്പോൾ 100 G/2 കൂടെ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 225 G/2 കിട്ടുന്നത്? 125 G/2 ആണ്. അങ്ങനെ നമുക്ക് H3 വാല്യൂ 125 G/2 എന്ന് കിട്ടി. ഇങ്ങനെ H1ഉം H2ഉം H3യും നമുക്ക് 25 G/2, 75 G/2, 125 G/2 എന്ന് കിട്ടി. ഇവ തമ്മിലുള്ള റിലേഷൻ നമുക്ക് സിമ്പിളായിട്ട് പറയാം അല്ലേ. 25 G/2ൻ്റെ 3 ടൈംസ് ആണ് 75 G/2. ദാറ്റ് ഈസ് H2 = 3H1. അതിൽ നിന്ന് തന്നെ H1 എന്ന് പറയുന്നത് H2/3 എന്ന് എഴുതാം. അതുപോലെ തന്നെ 25 G/2 × 5 ആണ് 125 G/2. ആ റിലേഷൻ എഴുതേണ്ടത് H3 = 5H1. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് H1 = H3/5 എന്ന് എഴുതാം. നമ്മുടെ ഓപ്ഷനിൽ തന്ന ആൻസർ H1 = H2/3 = H3/5 എന്നാണ്. ജസ്റ്റ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. Today's last question. A boy standing at the top of a tower of 20-meter height drops a stone. Assuming G as 10 m/s², the velocity with which it hits the ground is dash. Motion under gravity ആണ്. യൂണിഫോം ആക്സിലറേഷൻ കേസാണ്. 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നിരിക്കുന്നത് എന്താണ്, കണ്ടുപിടിക്കേണ്ടത് എന്താണ്, അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്കത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഫ്രീലി ഫോളിംഗ് ബോഡി തന്നെയാണ്. ഡ്രോപ്സ് എ സ്റ്റോൺ അല്ലെങ്കിൽ ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുമ്പോൾ U = 0 ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി A = G = 10. ദാറ്റ്സ് ഗിവൺ അല്ലേ. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ഈസ്. താഴെ ആ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്ത ടൈമിൽ ആ സ്റ്റോണിൻ്റെ വെലോസിറ്റി എന്താണ്. അപ്പോൾ U 0 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V ആണ് കണ്ടുപിടിക്കേണ്ടത്. എസും എയും ഉണ്ട്. ഏതാ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ? V² = U² + 2as. നമ്മൾ V² = U² + 2as വിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി യുവും എയും എസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് V എന്ന് പറയുന്നത് √400. അത് +20 എടുക്കണോ -20 എടുക്കണോ എന്നുള്ള സംശയം ഉണ്ടാവാം. അപ്പം നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ സംശയം വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേളിൽ നിന്ന് താഴേക്ക് ഒരു വസ്തു വീഴുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ അതേ ഡയറക്ഷനിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, അതായത് വെലോസിറ്റിയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം എയ്ഡിങ് ആണല്ലേ, ആക്സിലറേറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അതിന് ഒപ്പോസിങ് ആയിട്ടല്ല പോകുന്നത്. ഇപ്പം തിരിച്ച് നമ്മൾ ത്രോ ചെയ്യാമെന്ന് വെച്ചോ, ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട്, ആ കേസിലൊക്കെ വരുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ കേസിൽ +20 ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അത് തുറന്നു പറയണം. അത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ്, നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസോ ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നീടുള്ള വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്, മടിക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഉറപ്പുവരുത്തുക.